ഹായ് കൂട്ടുകാരെ, നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചക്ക അടയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഈ ചക്ക അട എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് കണ്ടിട്ട് വന്നാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചക്കയെല്ലാം ചുളയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ചക്കച്ചുളയെല്ലാം എടുത്ത് ഇവിടെ വെച്ചിരിക്കുന്നു. പിന്നെ കുരുവെല്ലാം ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ചക്ക അട ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് 2 ഉണ്ട ശർക്കര ഞാൻ ചീകി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തേങ്ങയും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചിരണ്ടി എടുക്കണം. അപ്പോൾ തേങ്ങയും ഞാൻ ചിരണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിവിടെ എടുക്കുന്നത് വെച്ചാൽ ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടി എന്ന് വെച്ചാൽ ഒരു 3/4 കിലോ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് കൈകൊണ്ട് തന്നെ നമ്മൾ കുഴച്ചെടുക്കണം. ചക്കയ്ക്ക് നമ്മൾ മാവ് കുഴയ്ക്കുമ്പോൾ കൈകൊണ്ട് തന്നെ കുഴയ്ക്കുന്നതാണ് കൂടുതലും നല്ലത്. അപ്പോൾ സ്പൂൺ വെച്ച് കുഴച്ചാലൊന്നും ശരിയാകത്തില്ല. അപ്പോൾ ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ആ ചക്കക്കുരുവെല്ലാം മാറ്റിയ ചക്കച്ചോളം അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചക്ക പല ടൈപ്പുണ്ട്. വരിക്കച്ചക്കയുണ്ട്, തേൻ വരിക്ക, അങ്ങനെ പല ടൈപ്പ് ചക്കയുണ്ട്. കൂഴച്ചക്കയുണ്ട്. അപ്പോൾ ഇത് കൂഴച്ചക്കയാണ് കേട്ടോ. കൂഴച്ചക്ക എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന് ജലാംശം കൂടുതലാണ്. അപ്പോൾ ഇത് നമ്മൾ പൊടി കുഴയ്ക്കുമ്പോൾ നമുക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. ചക്കയിൽ തന്നെ വെള്ളം ഉള്ളത് കൊണ്ട് ഒരുവിധം നമുക്ക് പൊടി നന്നായിട്ട് കുഴച്ചെടുക്കാനൊക്കെ പറ്റുന്നുണ്ട്. വെള്ളം ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. അത്യാവശ്യം വെള്ളം ഇല്ലാത്ത ചക്കയാണെന്നുണ്ടെങ്കിൽ മാത്രം അല്പം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ ശർക്കര പാനിയാക്കി ഒഴിച്ചാലും മതി. അപ്പോൾ ശർക്കര നല്ല ശർക്കര ആയതുകൊണ്ട് ഞാൻ ചീകിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് ആ ഒരു തേങ്ങ ചിരണ്ടിയതും കൂടെ ചേർത്തിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇപ്പം തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചക്കയും പിന്നെ ശർക്കരയും തേങ്ങയും പൊടിയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഏലക്കയും ജീരകവും ഒക്കെ ഒന്ന് പൊടിച്ചിട്ടെടുക്കണം. അപ്പോൾ അതെല്ലാം കൂടെ ഇപ്പം തന്നെ ഇടണമെങ്കിൽ ഇടാം. അതല്ലെങ്കിൽ ഇത് മാത്രം ഒന്ന് കൂട്ടി കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ അതേ ഞാൻ ആ ഏലക്കയും ജീരകവും കൂടെ പൊടിച്ചത് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്നും കൂടെ നമുക്ക് കൂട്ടി കുഴച്ചെടുക്കാം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വരിക്കച്ചക്കയാണ് നമ്മൾ അടയുണ്ടാക്കാൻ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ച് പേസ്റ്റാക്കി എടുത്തിട്ട് വേണം പൊടി കുഴയ്ക്കാനായിട്ട്. അതിൽ ജലാംശം കുറവായിരിക്കും. അപ്പോൾ ഇത് കൂഴച്ചക്ക ആയതുകൊണ്ടാണ് ഞാൻ അടിച്ചെടുക്കാതെ നേരിട്ട് അതിലേക്ക് ഇട്ട് കുഴച്ചത്. അപ്പോൾ അത് ഞാൻ ഇത് അട ഉണ്ടാക്കാനായിട്ട് ഇലയെല്ലാം ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇല വാട്ടിയെടുത്ത് ഒന്ന് കഴുകി വെച്ചതാണേ. അപ്പോൾ ഈ കുമ്പിളൊന്ന് കുത്തണ ഇങ്ങനെയൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു സൈഡ് ഇങ്ങനെ മടക്കി എടുത്തിട്ടാണ് കുമ്പിൾ ആക്കുന്നത്. കുമ്പിളാക്കി എടുത്തിട്ട് അതിലേക്ക് കുറേശ്ശെയായിട്ട് മാവ് കുഴച്ച് അതിലേക്ക് വെച്ചിട്ടൊന്ന് മടക്കി വെക്കും. അങ്ങനെയാണ് ഇതിന് നമ്മൾ കുമ്പിളപ്പോന്നും പറയും കേട്ടോ. ഇതുപോലെ കുമ്പിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇലയിൽ നിന്ന് വാട്ടിയെടുത്തത്. അല്ലെങ്കിൽ മടക്കുന്ന സമയത്ത് ഇല പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. പിന്നെ ചക്കപ്പഴത്തിൻ്റെ ഗുണങ്ങൾ ഞാൻ ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ചക്കപ്പഴം രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു. ചക്കപ്പഴത്തിൽ ധാരാളം നാരുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ ശരീരഭാരം കുറയ്ക്കാനും ഇതിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ സിയും ആൻറ്റി ഓക്സിഡും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കും. ചക്കപ്പഴത്തിൽ വിറ്റാമിൻ എയും വിറ്റാമിൻ സിയും ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ കാഴ്ച മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. എല്ലുകൾക്കും പേശികൾക്കും ആവശ്യമായ മഗ്നീഷ്യം, കാൽസ്യം തുടങ്ങിയ ധാതുക്കളാൽ സമ്പന്നമാണ് നമ്മുടെ ഈ ചക്ക. നമ്മുടെ ശരീരത്തിലെ പഞ്ചസാരയുടെ അളവിനെയും കൊളസ്ട്രോളിനെയും നിയന്ത്രിക്കാനും ഇത് സഹായിക്കും. വിറ്റാമിൻ എ, വിറ്റാമിൻ സി, അയൺ, പൊട്ടാസ്യം, മഗ്നീഷ്യം, കോപ്പർ, സിങ്ക് പോലുള്ള ധാതുക്കളുടെ വലിയൊരു കലവറയാണ് നമ്മുടെ ഈ ചക്ക. ഇപ്പോൾ പഴുത്ത ചക്ക മാത്രമല്ല, പഴുത്ത ചക്ക നമുക്ക് ഇങ്ങനെ അടയായിട്ട് ഉണ്ടാക്കി കഴിക്കാം. എന്നാൽ പച്ച ചക്ക പുഴുക്കായിട്ടൊക്കെ കഴിച്ചാലുണ്ടല്ലോ ഷുഗർ കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയാനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇതുപോലെ മടക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് അപ്പച്ചെമ്പിൽ വെച്ചിട്ടാണ് ഒന്ന് ആവി കയറ്റി എടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ കുമ്പിളാക്കിയില്ലെന്നുണ്ടെങ്കിൽ ഇലയിൽ വെച്ചിട്ട് 2ആയിട്ട് മടക്കി എടുത്താലും മതി. അങ്ങനെ നമുക്ക് അട ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിനിവിടെ കുമ്പിളപ്പൂന്നും ഒക്കെ പറയും കേട്ടോ. കുമ്പിളാക്കി എടുക്കുന്നത് കൊണ്ടാണ് കുമ്പിളപ്പൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാൻ കുമ്പിളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പച്ചമ്പിലേക്ക് വെച്ചിട്ട് ആവി കയറ്റി എടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പൊടി കുഴയ്ക്കേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് ആവി കയറി വരും. അപ്പോൾ എല്ലാം ഞാൻ നിരത്തി വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. നമുക്ക് ചായയുടെ കൂടെയൊക്കെ വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊന്ന് വെന്ത് കിട്ടട്ടെ, ഇതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചക്ക അടയെല്ലാം നന്നായിട്ട് വെന്ത് ആവിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് ചൂടൊക്കെ ഒന്ന് ആറിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റണം. അപ്പോൾ ഞാൻ ഓരോന്നേ ആയിട്ട് എടുത്ത് വെച്ച് നോക്കട്ടെ. അപ്പോൾ ഇത് ഞാൻ വൈകുന്നേരം ഉണ്ടാക്കിയതാണ്. വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്കിതൊന്ന് 2ആയിട്ടൊന്ന് ഞാൻ മുറിച്ച് കാണിക്കാം.
അപ്പോൾ വളരെ ടേസ്റ്റി ആയിരുന്നു, നല്ല മധുരമുള്ള ചക്കയായിരുന്നു, നല്ല മധുരമുള്ളതും. അപ്പോൾ ചക്കയുടെ കൂടെ തന്നെ നമ്മൾ തേങ്ങയും ശർക്കരയും അതിൻ്റെ അളവിൽ തന്നെ ചേർക്കണം. അപ്പോൾ ഞാൻ 3/4 കിലോ ഗോതമ്പ് പൊടിയിലാണ് ഞാൻ ഈ ചക്കയും ശർക്കരയും തേങ്ങയുടെ അളവും ഞാൻ പറഞ്ഞില്ല, ഒരു തേങ്ങയാണ് ഞാൻ ചിരണ്ടി ചേർത്തത്. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മളിതുപോലെ പുഴുങ്ങി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റുമാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ ദേ ഞാനിത് ഒരെണ്ണം പൊളിച്ച് ഞാൻ കാണിക്കുകയാണ്. അപ്പോൾ രണ്ടായിട്ടൊന്ന് പൊടിച്ച് കാണിക്കാം. കണ്ടോ, ഉള്ളെല്ലാം നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടയാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.